നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, അവരുടെ തടസ്സം എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങളിത് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി ഇതെൻ്റെതാണെന്നും പറഞ്ഞ് വലിച്ചടുപ്പിക്കരുത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിട്ടേക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയുക. അപ്പം അതേപോലെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലിൽ കൂടി തന്നെയാണ് എടുക്കേണ്ടത്. ചാനലിൽ ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് ചാനലിൽ തന്നെ ക്യാഷ് അടച്ച് നിങ്ങൾക്ക് കയറാവുന്നതാണ്. അപ്പം മെമ്പേഴ്സായിട്ടുള്ളവർക്ക് ഞാൻ പേഴ്സണലി 2 കാർഡ് റീഡിങ് 10 ദിവസം കൂടുമ്പോൾ എടുത്തു കൊടുക്കുന്നതാണ്. ഓക്കെ, അല്ലാത്തവർക്ക് പേഴ്സണൽ റീഡിങ്ങിന് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. വളരെ പീസ്ഫുള്ളായിട്ടിരിക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിക്കുക. പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരിക്കുക. നെഗറ്റീവായിട്ടുള്ള ഇത് ഇഷ്ടമില്ലാത്തവർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കേണ്ട. ഓക്കെ, അത് നിങ്ങളുടെ ചോയ്സ്. നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള ഫീലിങ്സ്, സിറ്റുവേഷൻ. നിങ്ങളോട് നിങ്ങളുടെ വ്യക്തി എന്താ വെച്ചാൽ ഒരു താന്നു തരാത്ത ഒരു രീതിയിൽ ഒത്തിരി പിടിവാശിയും ദേഷ്യവും ഒക്കെ ആയിട്ടാണ് അവരിയ്ക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കറൻ്റ്ലി അവരുടെ ഒരു സിറ്റുവേഷൻ. അവർ എന്ന് പറയുമ്പോൾ ഒരു വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ്. പക്ഷേ ആരുടെയും മുമ്പിൽ എംപററാണ്, ചക്രവർത്തിയാണ്, താന്നു കൊടുക്കത്തില്ല ഒരു രീതിയിലും എന്നുള്ളതാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും ഉള്ളവരാണ് അവർ അതിനപ്പുറത്തോട്ട് അപ്പുറവും ഇപ്പുറവും ചലിക്കാത്തവരാണ്. അപ്പം നിങ്ങൾക്ക് അവരോടുള്ള വിശ്വാസം എന്ന് പറയുന്നത് വാണ്ടിൻ്റെ എനർജിയാണ്. പേജ് ഓഫ് വാൺസ്, ശുഭാപ്തി വിശ്വാസം. ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു വരും, അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാം, വിജയിപ്പിക്കാം എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസും നിങ്ങൾക്കുണ്ട്. കാരണം ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവാം എന്തൊക്കെയാണെങ്കിലും അവർ എൻ്റെ അടുത്ത് തന്നെ തിരിച്ചു വരും, എങ്ങും പോകില്ല എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ്. അതുമാത്രമല്ല, ഇതിനോടൊക്കെ ഈ റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചിട്ടുണ്ടാവണം, ആയിരിക്കണം. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വിജയിച്ച് നിൽക്കുന്നവർ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഇതിനകത്ത് പയറ്റിയവരാണ് നിങ്ങൾ. ഈ ഒരു വ്യക്തിയെ കൊണ്ട്, ഈ ഒരാളെ കൊണ്ട് നമ്മൾ ഒരുപാട് അനുഭവിച്ചവരാണ് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പറയാം. കാരണം ഇവർ താന്നു കൊടുക്കാത്തവരാണ്. അപ്പം ഇവരുടെ മുമ്പിൽ, ഒരു എംപററായിട്ട് നിൽക്കുന്ന ഇവരുടെ മുമ്പിൽ നിങ്ങൾ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വിൽ പവർ നിങ്ങൾക്കും ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്കേ സഹിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ അവർക്കേ സഹിക്കാൻ പറ്റത്തുള്ളൂ. ദൈവം അങ്ങനെയുള്ളവരെ കൂട്ടി യോജിപ്പിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു ധാരണ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ കൂട്ടണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോകണം, ഒരു സഫലീകരണം, അതാണ് അവരുടെ മനസ്സിൽ. വിട്ടുവീഴ്ച ഇല്ലെങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് തന്നെയാണ്. യെസ്, അവിടെയും നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസം അവിടെ അതാണ്, ആ കോൺഫിഡൻസ് ആണ്. അപ്പം ആഴത്തിൽ പുറമേ അവരങ്ങനെയാണ് കാണിക്കുന്നത്. ഇനിയും ഉള്ളിൻ്റെ എന്താണോ വെച്ചേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതെ, ഉള്ളിൻ്റെ ഉള്ളിലും വാക്ക് തെറ്റിപ്പോയി. ഉള്ളിൻ്റെ ഉള്ളിലും അത് തന്നെയാണ്, വാണ്ടിൻ്റെ എനർജി തന്നെയാണ്. 4 ഓഫ് വാൺസ്. ഇതിപ്പം മാരേജ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും ഒരു റീയൂണിയൻ, അതൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ. ഇപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിംഗിളായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു വിവാഹത്തിലോട്ട് ഇത് കൊണ്ടുപോകണം, ഒരു സഫലീകരണം, ഒരു ഫാമിലി ഒത്തുചേരൽ, അതൊക്കെയാണ് മനസ്സിനകത്ത്. അപ്പം നിങ്ങളെ വിട്ടിട്ട് അവർക്ക് ഒരിതില്ല എന്നുള്ളൊരു രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പം നിങ്ങളും അത് തന്നെ, നിങ്ങളുടെ മനസ്സിൽ ശുഭാപ്തി വിശ്വാസമുണ്ട്. അവരുടെ മനസ്സെന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളെ ഇട്ടിട്ട് ഇനി പോവത്തില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കും ഉണ്ട്. ഓക്കെ, അവരുടെ ഒരു സ്വഭാവം ഏറ്റവും അടുത്തറിയാവുന്നത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കാം. എന്തായാലും അവരുടെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലും പോസിറ്റീവാണ്. അപ്പം ഈ റിലേഷൻഷിപ്പിനൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന് യൂണിവേഴ്സ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിൻ്റെ ഒരു തീരുമാനം എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്സ്. യെസ്,
തീർച്ചയായും ഒരു ഫ്യൂച്ചർ ഇതിനകത്ത് കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് വാണ്ടാണ് വന്നേക്കുന്നത്. പഴയ പോലെ സന്തോഷമായിട്ട് ഒരുമിച്ച് പോകാൻ എന്നുള്ളൊരു രീതിയിൽ, എന്ന് വെച്ചാൽ രണ്ടുപേരും ഒന്നിനൊന്നിന് മെച്ചമാണെന്ന് തന്നെ നമുക്ക് പറയാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ഇടിച്ചിടിച്ച് നിൽക്കുന്നവരാണ്. എന്ന് വെച്ചാൽ അങ്ങോട്ട് താന്നു കൊടുത്താൽ ഇങ്ങോട്ടും താന്നു കൊടുക്കത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെയും നിൽക്കുന്നത്. എന്തായാലും ഇതിനകത്ത് ഒരു ഫ്യൂച്ചർ കാണിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് വാൻസ് വന്നതുകൊണ്ട് ഒരുമിച്ച് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതിന് അവരുടെ തടസ്സം എന്താണ് എന്ന് നമുക്ക് നോക്കാം. യെസ്, കിങ് ഓഫ് വാൻസ് ആണ് അവർ. ഞാൻ പറഞ്ഞില്ലേ, ക്യൂൻ ഓഫ് വാൻസും വന്നിട്ടുണ്ട്, കിങ് ഓഫ് വാൻസും വന്നിട്ടുണ്ട്. അപ്പം ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞാണെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ പരസ്പരം ഈഗോ നല്ല രീതിയിൽ ഈ നിങ്ങൾ രണ്ട് വ്യക്തികളും അങ്ങോട്ടും താന്നു കൊടുക്കത്തില്ല. എന്ന് വെച്ചാൽ ഒരു ഈക്വൽ ആയിട്ടുള്ള ശക്തികളാണ് നിങ്ങൾ രണ്ടുപേരും. ഇവർ എംപറർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളും അതേപോലെ തന്നെ ഒരു എനർജി ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിനകത്ത് ഇത്രയ്ക്ക് ഇങ്ങനെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ചിലപ്പം ഇവരുടെ ഈഗോയുടെ മുമ്പിൽ അതുപോലെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളും തിരിഞ്ഞിരിക്കുന്നത്. ഇതിനകത്തൊരു വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുക എന്നുള്ളതാണ് ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസും കൂടെ ഇതിനകത്ത് വരുന്നത്. ഇത് നിങ്ങൾ പരസ്പരം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കിത് സമാധാനത്തിൽ കൊണ്ടുപോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു കൈ താത്തു വെച്ചെങ്കിലേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. കാരണം രണ്ട് കൈയും കൂടെ അടിച്ചാലല്ലേ സൗണ്ട് കേൾക്കത്തുള്ളൂ. ഒരു കൈ ആരെങ്കിലും താത്ത് വെക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇത് ഈക്വലായിട്ട് പോകാനായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതെ, 5 ഓഫ് സോഴ്സാണ്. നല്ല രീതിയിൽ മത്സരബുദ്ധിയാണ് ഇതിനകത്ത്. എനിക്ക് ഞാൻ എടുത്തതിനകത്ത് തടസ്സത്തിനകത്ത് കിങ് ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ വ്യക്തിയിൽ വന്നേക്കുന്നത്. ഇതിനകത്ത് 5 ഓഫ് സോഴ്സും വന്നിട്ടുണ്ട്. അപ്പം പരസ്പരം മല്ലിടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരബുദ്ധിയോടുകൂടി. ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ഒരു കറണ്ട് എനർജി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. വിട്ടുവീഴ്ച മനോഭാവം ഇല്ല, നിങ്ങളോട് തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒന്നിനും ഒരു വിട്ടുവീഴ്ച കാണിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, ഒത്തൊരുമിച്ച് പോകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇവരുടെ ഈ ഒരു സ്വഭാവം കൊണ്ടായിരിക്കാം ഇവർ താന്ന് തരാത്തത്. ഇവർ ആരുടെയും മുമ്പിൽ അങ്ങനെ പെട്ടെന്ന് താന്ന് തരുന്ന ഒരു പ്രകൃതക്കാരും അല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അതെ, ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്നേഹം എക്സ്പ്രസ് ചെയ്യത്തില്ല. ഇവർ ചിലപ്പം അതായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നവും. നിങ്ങൾക്ക് ചിലപ്പം സ്നേഹം പ്രകടിപ്പിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേറെ വല്ല ചിന്തകളും ഉണ്ടാവാം. ഇവരെന്ന് പറയുന്നത് ചിലപ്പം അവരുടെ സെക്യൂരിറ്റി അല്ലെ ഇൻകം ഉണ്ടാക്കുക, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുക, അതല്ലെങ്കിൽ ധനത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു വ്യക്തിയാണ്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കാര്യങ്ങൾ പക്വതയോടുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയാണ് അവർ. അപ്പം അവർ നെക്സ്റ്റ് എന്താണ് എന്നുള്ളത് വളരെ കൂർമ്മ ബുദ്ധിയോടുകൂടി മുന്നോട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണ്. ചിലപ്പം പണത്തിന് മുൻതൂക്കം കൊടുക്കുന്നവരായിരിക്കാം ഇവർ. അപ്പം അതുകൊണ്ട് തന്നെ സ്വന്തം സേഫ്റ്റിയും മറ്റുള്ളവരെ അത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെ നല്ല രീതിയിൽ നയിക്കാനും കൊണ്ടുപോകാനും അവർ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇതിലൊരു ഗൈഡൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു സ്നേഹവും കൂടെ പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു സാഹചര്യവും കൂടെ കാണിക്കണം. എന്നാലേ ആ ഒരു സ്നേഹിക്കുന്നവർ തമ്മിൽ ഒരു ഒത്തൊരുമയോടുകൂടിയും, അപ്പം അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പം നമ്മളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളും ഉണ്ടാവും. അതിനകത്ത് ആ ഒരു കെമിസ്ട്രി ഇല്ല നിങ്ങൾ തമ്മിൽ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് താഴ്ന്നു തരുമെന്ന് വിചാരിക്കുകയേ വേണ്ട. അത്രയ്ക്ക് ഒരു വളരെ പക്വതയോടുകൂടിയാണ് അവർ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂളായിട്ട് കളയുന്നെങ്കിൽ അവർ ഓരോ കാര്യവും എന്ന് വെച്ചാൽ പണത്തിന് മുൻതൂക്കം നൽകുന്നവരെന്ന് പറയുമ്പോൾ ചിലപ്പം പറയത്തില്ലേ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരായിരിക്കാം അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവരുടെ സുരക്ഷിതത്വമാണ് അവരാദ്യം നോക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള ചിലവരുടെ എനർജി ആയിട്ടാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് കാർഡ് ഞാൻ നോക്കാം. ഇതിനകത്ത് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഇതിനകത്ത് കയറി വന്നിട്ടുണ്ടോ? യെസ്, ഉണ്ട്. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പം അതും ഇതിനകത്തൊരു ഘടകമാണ്. നെക്സ്റ്റ് ഞാൻ ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നോക്കിയപ്പം പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതാണ് ഇവർ വിട്ടുവീഴ്ച ചെയ്യാത്ത രീതിയിൽ മാറിപ്പോയത്. കാരണം അത്രയ്ക്ക് പ്രയോറിറ്റി ഉള്ള ഒരു
തേർഡ് പാർട്ടിയാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. കാരണം അതുകൊണ്ടായിരിക്കണം എല്ലാവരെയും തുല്യതയോട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നത്. ഇപ്പുറത്ത് നിൽക്കുന്നതും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി തന്നെയാണ്. ഈ ഒരു ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ ആത്മീയ ബന്ധം തന്നെയാണ്, വളരെ സ്ട്രോങ് ആണ് ആ റിലേഷൻഷിപ്പ് എന്ന് തന്നെയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം തേർഡ് പാർട്ടിയോട് ആ വ്യക്തിക്കുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നിങ്ങളോട് ഒത്തുചേർന്ന് പോകണമെന്നും ഒരുമിച്ച് പോകണം എന്ന് തന്നെയാണ്. അപ്പം തേർഡ് പാർട്ടിയോടുള്ള ആ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ്? യെസ്, ഭയമാണ് തേർഡ് പാർട്ടിയെ. അപ്പം ഇപ്പുറത്ത് നിൽക്കുന്ന ഈ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന തേർഡ് പാർട്ടി ഇവർ നല്ല രീതിയിൽ ഭയക്കുന്നുണ്ട്. 9 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഇവർ ജീവിതത്തിൽ ഘടനയുള്ളവരാണ്, വിജയിച്ച് നിൽക്കുന്നവരാണ്, ആരുടെയും മുമ്പിൽ താന്നു കൊടുക്കാത്തവരാണ്, ചിലപ്പോൾ ക്ലീൻ ഇമേജ് ഉള്ളവരാണ്. അപ്പം ഇവർ ഈ ഒരു വ്യക്തിയെ ഭയക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പം അവരവരെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവരെ ഇമേജിനെ തകർക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളൊരു ഭയമായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു റിലേഷൻ സമൂഹം അറിഞ്ഞാലുള്ള ഒരു ഭയപ്പാടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വ്യക്തി കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളറിഞ്ഞാൽ എന്തുണ്ടാവും എന്നൊക്കെയുള്ള ഒരു ഭയമായിരിക്കാം അവരെ അലട്ടുന്നത്. എന്തായാലും നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ സ്നേഹമാണ്, ആത്മാർത്ഥതയുള്ളതാണ്. പക്ഷേ തേർഡ് പാർട്ടിയെ അവർ ഭയത്തോടു കൂടിയാണ് ആ റിലേഷൻ കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, തേർഡ് പാർട്ടിക്ക് ഇവരോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. യെസ്, നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ്. പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ്. ഇവരെ കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. മനസ്സിലായോ? ഇവരെ എങ്ങനെ ഊറ്റാം എന്നുള്ളതാണ് തേർഡ് പാർട്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെ കൊണ്ട് അവർക്ക് ആദായമുണ്ട്. മനസ്സിലായില്ലേ? അതാണ് അവരുടെ ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത്. ഞാനിവിടെ പറഞ്ഞല്ലോ, ഇവർ നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കും കൊടുക്കണ്ടേ? അപ്പം നല്ല രീതിയിൽ ജോലി ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ അല്ലേ? അപ്പം അതാണ് അവരുടെ. അതുമാത്രമല്ല, അവർ ഈ റിലേഷനെ ഭയക്കുന്നുമുണ്ട് നല്ല രീതിയിൽ. മനസ്സിലായോ? അപ്പം ഇതിനകത്ത് എന്തെങ്കിലും കോട്ടം തട്ടിക്കഴിഞ്ഞാൽ, അല്ലെ ഇവരായിട്ട് ഒഴിഞ്ഞ് പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ അവർ നിൽക്കുന്നത്, അനങ്ങാതെ നിൽക്കുന്നത്. അപ്പം ഇവരെ ഭയപ്പെടണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവരിൽ നിന്ന് നല്ല ആദായമുണ്ട്, പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഇവരെ കൊണ്ട് പൈസ നല്ല രീതിയിലുണ്ട്. അപ്പോൾ അത് നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അതായിരിക്കാം പണമായിട്ട് നല്ല രീതിയിൽ ഉണ്ട്, സാമ്പത്തികം അതിനകത്ത് നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് അവരവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. എന്തായാലും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നെങ്കിലും മാറിപ്പോകുമോ എന്നുള്ളത് നമുക്കൊരു കാർഡ്സും കൂടെ എടുത്ത് നോക്കാം. ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് ആണ്. അത് കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. കാരണം ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും എനിക്ക് ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് വരുന്നത്. എന്ന് വെച്ചാൽ ഫിനാൻഷ്യലായിട്ടുള്ള ഈ സാഹചര്യം അവർക്ക് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇവരുടെ കയ്യിൽ നിന്ന് കെയറിങ്ങും ആ ഒരു പരിചരണവും അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ടാസ്ക് അല്പം പാടാണ്. ഞാൻ പറഞ്ഞല്ലോ, നനഞ്ഞടം കുഴിക്കുന്നവരായിരിക്കാം അവർ. അപ്പം നല്ല രീതിയിൽ പൊന്മുട്ടയിടുന്ന താറാവിനെ ആരെങ്കിലും പെട്ടെന്ന് കൊന്നുകളയുമോ എന്നുള്ളൊരു രീതിയിലാണ് തേർഡ് പാർട്ടി ഇരിക്കുന്നത്. അപ്പം അതിച്ചിരി ടഫായിട്ടുള്ള ടാസ്ക്കാണ് ഈ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുക എന്നുള്ളത്. അത് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ നിങ്ങളുടെ അടുത്താണ് അവർക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നിൽക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം അവിടെ ഭയമാണ്. ഞാൻ അതിൻ്റെ കാര്യകാരണങ്ങൾ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നല്ലോ. ഓക്കെ, അപ്പം ബോട്ടമായിട്ട് 8 ഓഫ് വാൺസ് ആണ് വന്നേക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തൊരു ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ് അവർക്ക് ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പറയാം. അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ശക്തി നിങ്ങൾ തന്നെയാണ്, നിങ്ങളെ കൂടെ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്തായാലും വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നതിനകത്തൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഞാൻ പറയുന്നത് ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്, നിങ്ങളും ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കാര്യങ്ങൾ നിങ്ങൾക്കും ചിലപ്പോൾ അറിയാമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങളും ആന തിരിയുന്നത് പോലെ തിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത്
രണ്ട് കൈയും കൂടെ അടിക്കാതെ ഒരു കൈ താത്ത് വെച്ച് നോക്കുക. ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പം വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് മൈൻഡോടുകൂടി ഇൻ്റലിജൻ്റായിട്ട് നിൽക്കുക എന്നുള്ളതേ എനിക്കും പറയാനുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് പേരുടെ ഒരു എനർജിയാണ് എനിക്കിന്ന് കിട്ടുന്നത്. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്നെനിക്കറിയില്ല. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പം അതിൻ്റെ കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു റീഡിങ്ങിൽ പറഞ്ഞു തരുന്നതാണ്. തേർഡ് പാർട്ടി റിമൂവലിനുള്ള കുറച്ച് ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക് യു.